ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അബുദാബിയിലെ ഡ്രൈവിംഗ് ലൈസൻസ് അത് എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിൻ്റെ ഫീസും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമുക്കത് ഓൺലൈനിൽ കൂടെ തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമുക്കൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പം എമിറേറ്റ്സ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ edcad.ae അതാണ് അവരുടെ സൈറ്റ്. ആ സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക. സൈറ്റ് കുറച്ച് സ്ലോ ആയിരിക്കും, പക്ഷെ എന്നാലും ഈസി ആൻഡ് ആക്സസിബിൾ ആയിരിക്കും. അപ്പം അതിനുശേഷം ഇതിൽ നമുക്ക് ഈ എമിറേറ്റ്സ് ഡ്രൈവിംഗ് കമ്പനി അബുദാബിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അവരെക്കുറിച്ച് എന്താണ്, ഹൂ വി ആർ, അതായത് അവരെന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതേക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളും അവരെ ലൈസൻസും കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ചേർത്ത് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ സർവീസസിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രീ ലൈസൻസിങ് ഉണ്ട്, പോസ്റ്റ് ലൈസൻസിങ് ഉണ്ട്. പ്രീ ലൈസൻസിങ് വെച്ചാൽ ലൈസൻസ് എടുക്കുന്നതിൻ്റെ മുന്നേ ഏതൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ള കോഴ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈറ്റ് വെഹിക്കിളാണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ലൈറ്റ് വെഹിക്കിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കാർ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ എന്നുള്ളത് നമ്മൾ ലൈസൻസ് ഫയൽ ഓപ്പൺ ചെയ്യുന്നേരം ചൂസ് ചെയ്യുക. അതിനുശേഷം അതിൽ കാര്യങ്ങളുണ്ടാവും. ഇതാണ് അവിടെ അതിനുള്ളിൽ വരുന്ന 5 ഡീറ്റെയിൽസ്. ആദ്യം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. കോഴ്സ്, പിന്നെ ലൈസൻസിങ്, പ്രീ ലൈസൻസിങ്, തിയറി, പിന്നെ പ്രാക്ടിക്കൽ. അപ്പോൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. തിയറി ക്ലാസ് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അവിടെ പോയി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലൂടെ തന്നെ ചെയ്യാം. അതായത് ഇതിൽ വന്നിട്ട് ഒരു ദിവസം ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ദിവസത്തിൽ 2 ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 1029 ദർഹംസ് അതിൽ ഇൻക്ലൂഡഡ് ആണ് ഈ 472 ദർഹംസ് ഫോർ എക്സാം, തിയറി എക്സാം. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ 16 ദിവസത്തെ ക്ലാസ്, 16 ദിവസം 19 ക്ലാസ്, അതിന് വരുന്നത് 2982 ദർഹംസ് ആണ്, ഇൻക്ലൂഡിങ് 346 ദർഹംസ് ഫോർ ദ യാർഡ് ടെസ്റ്റ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങൾ, അതായത് ലൈസൻസ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൈപ്പിംഗ് സെൻറ്ററിൽ പോവുക. നമ്മൾ എമിറേറ്റ്സ് ഐഡിയും ഫോട്ടോവും വിസയും കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ഡ്രൈവിംഗ് ലൈസൻസ് ഫയൽ ഓപ്പൺ ചെയ്ത് തരുന്നതാണ്. UAE പാസ് വെച്ചാണ് അവർ ഓപ്പൺ ചെയ്ത് തരുന്നത്. അതിനുശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം കസ്റ്റമർ പോർട്ടൽ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇപ്പം നമ്മൾ ലൈസൻസ് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു സ്റ്റുഡൻറ്റ് നമ്പർ ഉണ്ടാവും, ട്രാഫിക് നമ്പർ ഉണ്ടാവും, ഫയൽ നമ്പർ ഉണ്ടാവും, ബ്രാഞ്ച് നമ്പർ ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ഓർത്ത് വെക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ന്യൂ യൂസർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ന്യൂ യൂസർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം ആദ്യം തിയറി ടെസ്റ്റിന് ഫീസ് അടക്കണം. അപ്പം തിയറി ടെസ്റ്റിന് ഫീസ് അടക്കണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പം രജിസ്റ്ററിൽ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ട്രാഫിക് നമ്പറും ഫയൽ നമ്പറും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ വരും. അതിൽ തന്നെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് വരും. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുക, നമ്മളെ ഇമെയിലിലേക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് മുഖേന പേയ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷൻസ് വരും. നമ്മൾ ക്രെഡിറ്റ് കാർഡ് മുഖേന പേയ്മെൻറ്റ് നടത്തുക. അതിനുശേഷം ടെസ്റ്റുകൾ കാര്യങ്ങൾ ബുക്ക് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ ഇപ്പം അതിൽ കാണിക്കാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി ഇതിൽ ഞാൻ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓൾറെഡി സൈൻ ഇൻ ചെയ്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. അതിൽ നമുക്ക് ഇമെയിൽ ID നമ്മൾ പാസ്വേഡും കൊടുത്തതിന് ശേഷം ഇവിടുത്തെ ഈ കോഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് സൈൻ ഇൻ ബട്ടൺ നിൽക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻ്റർഫേസ് ഇങ്ങനെ വരും. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷന് ഫീസ് അടച്ചതിന് ശേഷം ഇപ്പോൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ, അതായത് തിയറി ക്ലാസ് ഞാനിപ്പോൾ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തതിനെ കൊണ്ട് ഏതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്തിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഓൾറെഡി തിയറി അറ്റൻഡ് ചെയ്ത് തിയറി പാസ്സായ ആളാണ്. അങ്ങനെ അതിനുശേഷം പിന്നെയും നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് വരും. അതായത് പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് അതിന് വരുന്ന എമൗണ്ട് 2982 ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രാക്ടിക്കൽ ക്ലാസ്സും നമുക്ക് ബുക്കിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽ ട്രെയിനിങ്, അവിടെ എല്ലാ സിമുലേറ്റർ ട്രെയിനിങ്, ടവർ ട്രെയിനിങ്, റിഫ്രഷ് ട്രെയിനിങ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ലൈറ്റ് വെഹിക്കിൾ യാർഡ് ടെസ്റ്റ്
നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പം ഈ പ്രാക്ടിക്കലിന് 7 ദിവസം ആദ്യമുണ്ട്. അതായത് VL2 LV പ്രാക്ടിക്കൽ. അതിൽ ഫസ്റ്റ് ദിവസം നമ്മൾ പോയ ഉടനെ തന്നെ നമുക്ക് കാറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. സെക്കൻഡ് ദിവസം നമുക്ക് കാറ് എങ്ങനെയാണ് മുന്നോട്ട് ബാക്കോട്ട് എടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരും. തേർഡ് ദിവസം നമുക്ക് 8 എങ്ങനെയാണ് ഷോൾഡർ ചെക്കപ്പ് അതൊക്കെ ചെയ്യേണ്ടി വരും. നാലാമത്തത് നമുക്ക് കർബുകളിൽ എങ്ങനെയാണ് ഓടിക്കാൻ പറ്റുക, അതേപോലെ ഈ റബ്ബർ പാഡിൻ്റെ മുകളിലൂടെ എങ്ങനെയാണ് കാറ് 2 ടയർ നിർത്തി പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്, ബ്രേക്ക് ചെയ്ത് നിർത്തുക എന്നുള്ളതൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ പഠിപ്പിച്ചു തരുന്നതാണ്. സിമുലേറ്റർ ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മളവിടെ പോയിട്ട് നമുക്കൊരു കമ്പ്യൂട്ടർ തരും. നമ്മൾ വിർച്വലായിട്ട് നമ്മളവിടെ കാർ ഓടിച്ചിട്ട് നമ്മൾ പെർഫെക്റ്റ് ആണോ ഇല്ല എന്നുള്ളത് അവർക്ക് കാണിച്ചു തരും. ടവർ പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ ടവറിൽ നമുക്ക് പാരലൽ പാർക്കിങ്, ആംഗിൾ പാർക്കിങ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരും. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് എടുക്കുന്നതിൻ്റെ മുന്നത്തെ ദിവസം ഒരു റിഫ്രഷ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടാവും. അത് നമ്മൾ ബുക്ക് ചെയ്യണം. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒറ്റയ്ക്ക് അവിടെ പഠിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ യാർഡ് ടെസ്റ്റിന് റെഡിയായി പോകേണ്ടതാണ്. അതിനുശേഷം കംപ്ലീറ്റ് എന്ന ഇത് വരുന്നതായിരിക്കും.